ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. ടർബോ കേരളത്തിൽ 500-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു വാർത്ത വീണ്ടും ശക്തിപ്പെടുകയാണ്. ടർബോയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം സിനിമയ്ക്ക് അമ്മാതിരി ഒരു മതിപ്പാണ് വരുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. 55 രാജ്യങ്ങൾ ഇതിനോടകം തന്നെ സിനിമ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 65 രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് കിട്ടിയ റിപ്പോർട്ടുകളും. സാധാരണഗതിയിൽ മലയാള സിനിമ ഇങ്ങനെ പറയുമ്പോൾ പകുതി പോലും രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാറില്ല എന്നൊരു കാര്യം ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് 45 രാജ്യങ്ങൾക്ക് മുകളിൽ സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സഹിതമുള്ള ഡീറ്റെയിൽസ് പുറത്തുവിട്ടിരുന്നു. ഇതിനോടകം തന്നെ എല്ലാ രാജ്യങ്ങളിലും തകൃതിയായിട്ട് സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിൽ എത്ര തിയേറ്ററുകൾ ഉണ്ടാകും എന്നുള്ള ചോദ്യത്തിന് ആദ്യം വരുന്ന മറുപടി വേറെയൊന്നുമല്ല, ഒരുപാട് സിനിമകൾ ഇതിനൊപ്പം ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് അതിനും ഒക്കെ തിയേറ്റർ കൊടുക്കണം. ഒപ്പം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് 2 ആഴ്ചയാണ് ചാർട്ട് ചെയ്തിരിക്കുന്ന മിനിമം ടൈം. അപ്പോൾ ആ തിയേറ്ററുകളും കുറയും എന്നുള്ളതാണ്. എന്താണേലും വേഫെയറർ ഫിലിംസ് ഉറപ്പിക്കുന്നു 400-ന് മുകളിലോ അല്ലെങ്കിൽ 400-ന് അടുത്തുള്ള തിയേറ്ററുകളിലോ ഉണ്ടാകും. തീർച്ചയായും 410-ന് മുകളിലുള്ള തിയേറ്ററുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് ശേഷം തിയേറ്ററുകാർ അതിന് അനുസരിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു ലെവലിലുള്ള വാർത്തകൾ കേൾക്കുന്നു. കാരണം 500-ന് മുകളിലുള്ള തിയേറ്ററുകൾ ചാർട്ട് ചെയ്യപ്പെടാൻ അവർ സന്തോഷം പ്രകടിപ്പിക്കും. കാരണം മറ്റൊന്നുമല്ല, ടർബോ അമ്മാതിരി ഒരു കൊലത്തൂക്ക് തൂക്കാൻ വരുന്ന സംഭവമാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ആദ്യം ഭീഷ്മപർവം ഇറങ്ങിയപ്പോൾ മമ്മൂട്ടി പറഞ്ഞിരുന്നു കൂടെ ഉണ്ടാകണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊളിക്കാമെന്നാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ഇനി ബാക്കി നിങ്ങൾ പൊളിച്ചോണം എന്നുള്ള വാർത്തയാണ് അല്ലെങ്കിൽ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ മറ്റൊരു ഗംഭീര സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ബ്രോസ്.